സ്വന്തം മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ലക്ഷങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ, ജയിലഴികൾ എണ്ണുമ്പോൾ ആ സമരത്തെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരൻ്റെ പാദസേവ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രേരിപ്പിച്ചത് എന്താണ്? കഴിവിൻ്റെയും കരുത്തിൻ്റെയും അഭാവത്തിൽ എൻ്റെ മാതൃഭൂമി സ്വതന്ത്രമാവണേ എന്ന പ്രാർത്ഥനയോടെ അമ്മയുടെ കാൽക്കൽ ഒരു പുഷ്പം മാത്രം അർപ്പിക്കാൻ കഴിവുള്ളവർ പോലും ഞാൻ മുമ്പേ എന്ന് മത്സരിച്ചപ്പോൾ അതിനെ പുച്ഛിക്കാനും ദേശീയ നേതാക്കളെ അപമാനിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ സ്വന്തം മാതൃഭൂമിയെ വഞ്ചിക്കുക, തങ്ങളുടെ ലക്ഷ്യം സാധിക്കുവാൻ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റുക, അവരുടെ പാദസേവകരാവുക, അവർക്കു വേണ്ടി പ്രചാരവേല നടത്തുക, ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ റിക്രൂട്ടിംഗ് ഏജൻ്റായി പ്രവർത്തിക്കുക. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ചരിത്രം നൽകുന്നത് ഒരേ ഒരു ഉത്തരമാണ്. ഇന്ത്യ എന്ന ചിന്തയോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമെന്ന ചിന്തയോ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നില്ല. അവർ അന്നും ഇന്നും പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് സർവ്വലോകത്തിനായിട്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ സോവിയറ്റ് യൂണിയന് വേണ്ടി. അന്താരാഷ്ട്ര കമ്മ്യൂണിസം പറയുന്നത് കേട്ട് പ്രവർത്തിക്കുക എന്നതല്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അവർക്കൊരു വിഷയമായിരുന്നില്ല. ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശാഖ എന്ന നിലയിലല്ലാതെ തികച്ചും ഇന്ത്യനായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതന്നും ഇന്നും അങ്ങനെ തന്നെയായിരുന്നു.